പക്ഷേ ഇതുവരെ ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. ആരുടെ തണലിലാണ് സിദ്ദിഖ് ഇപ്പോഴുള്ളത്? സിദ്ദിഖിന് വേണ്ടി കേരളത്തിനകത്തും പുറത്തും പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കേരളം വിട്ടു പോയിട്ടില്ല എന്നും എറണാകുളത്ത് തന്നെ ഉണ്ട് എന്നുമുള്ള വിവരം പോലും വരുന്നുണ്ട്. പക്ഷേ എവിടെയാണ് എന്നുള്ള കാര്യം ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല എന്നാണ്. അതേസമയത്ത് തന്നെ സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടുവാനുള്ള അവസരം നൽകുകയാണോ പോലീസ് എന്ന കാര്യത്തിൽ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രിയും പകലും കഴിഞ്ഞു എന്നിട്ട് പോലും ഇതുവരെ മുൻകൂർ ജാമ്യം കിട്ടാത്ത സിദ്ദിഖിനെ കണ്ടെത്തുവാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കേരള പോലീസിന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. മുൻകൂർ ജാമ്യം തള്ളിയ ഉടൻ തന്നെ സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന വിശദീകരണമാണ് ഇപ്പോഴും പോലീസ് നൽകുന്നത്. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ ഓണായി. കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, കേരള പോലീസിന്റെ മുഖത്തേറ്റ അടി പോലെയാണല്ലോ ഇപ്പോൾ. സിദ്ദിഖ് എവിടെയാണ് എന്ന് കണ്ടെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചതാണോ അതോ ഒളിപ്പിച്ചതാണോ എന്നുള്ള വിമർശനം പോലും ഉണ്ട്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, സിദ്ദിഖിനെ ഇപ്പോഴും പോലീസ് തിരയുന്നു എന്നത് മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന അതേ മറുപടി തന്നെയാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതിൽ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് രാവിലെയും സ്വിച്ച് ഓൺ ചെയ്തതായുള്ള ഒരു വിവരം വന്നിരുന്നു. പക്ഷെ പിന്നീടും അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയി എന്നതാണ്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ ഒരു സാങ്കേതികമായ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഇത് സംബന്ധിച്ച്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളും അന്വേഷണ സംഘം പുറത്ത് പറഞ്ഞിട്ടുമില്ല. അന്വേഷണം തുടരുന്നു എന്നത് മാത്രമാണ് ഇപ്പോഴുമുള്ളത്. നമ്മളുള്ളത് ഇവിടെ കാക്കനാട് പടമുകളിലുള്ള സിദ്ദിഖിന്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം അതായത് ആ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇവിടെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതോടൊപ്പം കരുമാലൂരുള്ള സിദ്ദിഖിന്റെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു. ആ വീടും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഇന്ന് രാവിലെ പുറത്തേക്ക് പോയിരുന്നു. അത് തൊട്ട് സമീപത്തുള്ള ആൾക്കാരോട് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുവെന്ന് തങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പോയതെന്ന് പറയുന്നു. പിന്നീടാണ് പോലീസ് സംഘം അവിടെ ഒരു പരിശോധന എന്ന രീതിയിൽ തന്നെ അവിടേക്ക് വന്നത്. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടി എത്തി. പക്ഷെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇവിടേക്ക് ആരും തന്നെയും എത്തിയിട്ടില്ല. എന്തായാലും ഇതേപോലുള്ള ഒരു പരിശോധനകളാണോ പോലീസ് നടത്തുന്നത് എന്നത് വലിയ രീതിയിലേക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. കാരണം ഈ രീതിയിലുള്ളൊരു അന്വേഷണത്തിൽ സിദ്ദിഖിനെ കണ്ടെത്തുക എത്രത്തോളം സാധ്യമാണ് എന്നത് സംശയം തന്നെയാണ്. അതോടൊപ്പം സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായി പറയുന്നുണ്ട്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിന് പുറത്തും അത്തരം അന്വേഷണങ്ങൾ നടക്കുന്നതായാണ് ഏറ്റവും പുതുതായി ലഭ്യമാവുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും അത്തരമൊരു നീക്കം അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് മാത്രമേ കടന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇന്നലെ സിദ്ദിഖ് കീഴടങ്ങിയേക്കാം എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതുപോലുമില്ല. സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് സിദ്ദിഖിന്റെ അഭിഭാഷക, അതുപോലെ തന്നെ സിദ്ദിഖിന്റെ കുടുംബം. ഏത് സമയത്ത് വേണമെങ്കിലും സുപ്രീം കോടതിയെ സിദ്ദിഖ് സമീപിക്കും മുൻകൂർ ജാമ്യത്തിനായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതേ സമയത്ത് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് നൽകിയാൽ തടസ്സ ഹർജിയുമായി പോകുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ മുൻകൂർ ജാമ്യം നൽകാവൂ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാവൂ എന്നുള്ള കാര്യം പരാതിക്കാരിയായ നടിയും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. നടി തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. ഇനി നിയമത്തിന്റെ വഴിയെ പോകുവാനുള്ള ശ്രമം സിദ്ദിഖ് നടത്തുമ്പോൾ സിദ്ദിഖിന് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണോ കേരള പോലീസ് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അല്ലാതെ രാജ്യം വിട്ടു പോയിട്ടില്ല സിദ്ദിഖ് എന്ന കാര്യം കേരള പോലീസിന് ഉറപ്പുണ്ട്. പക്ഷേ സിദ്ദിഖ് എവിടെയാണെന്ന് മാത്രം കണ്ടെത്തുവാൻ പോലീസിന് കഴിയുന്നില്ല. ഇപ്പോൾ TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളത്. രജിസ്ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതിൽ ഇത് സർട്ടിഫൈ ചെയ്ത വിധിപ്പകർപ്പ് കിട്ടേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഹർജി നൽകിയിട്ടുണ്ടോ? ഡൽഹിയിൽ അഭിഭാഷകർ ഇതിനായി എത്തിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
മഞ്ജുഷ, സിദ്ദിഖ് കാത്തിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ഈ നിയമ നീക്കത്തിനാണ്. അതിനുശേഷമാണ് കീഴടങ്ങലാണോ അതല്ലെങ്കിൽ അറസ്റ്റോ എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അന്വേഷണ സംഘവും സിദ്ദിഖും തമ്മിൽ ഒത്തുകളിക്കുന്നു. മഞ്ജുഷ സൂചിപ്പിച്ച പോലെയുള്ള ആക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ ആ തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിലെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നേരിട്ട് ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ നിയമവിദഗ്ധരുമായി അഭിഭാഷക സംഘവുമായുള്ള കൂടിക്കാഴ്ചകൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബി രാമൻപിള്ള അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയും നിയമനീക്കങ്ങളും ഇന്നലെ നടന്നു. ഇന്ന് ഈ മുകുൾ റോത്തഗി അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരുമായുള്ള ചർച്ച നടന്നു എന്ന ചില സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. പക്ഷേ ഇതുവരെയും സുപ്രീം കോടതിയിൽ കേസ് ഈ ഹർജി ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും ഇന്ന് തന്നെ ഇത് അർജന്റായി പരിഗണിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഈ സുപ്രീം കോടതിയിലെ സാധ്യതകൾ തേടുകയാണ് സിദ്ദിഖ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം, പ്രോസിക്യൂഷനും പരാതിക്കാരിയും ഇതിൽ തടസ്സവാദം ഉയർത്തുന്നു എന്നതാണ്. പ്രോസിക്യൂഷൻ എന്തായാലും ഈ ജാമ്യം നൽകരുത് എന്ന വാദം ഉന്നയിക്കും. ഇതിൽ സിദ്ദിഖിന് മുന്നിൽ വെല്ലുവിളിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളാണ്. അതിൽ ഈ സിദ്ദിഖിന്റെ വാദങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, പ്രാഥമികമായി സിദ്ദിഖ് ഈ കുറ്റം ചെയ്തു എന്നതിന്റെ ഒരു വിലയിരുത്തൽ തന്നെ കോടതി നടത്തുകയും ചെയ്തു. ഒപ്പം ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സിദ്ദിഖ് മുന്നോട്ട് വെച്ച വാദങ്ങൾ പോലും കോടതി തള്ളിയിട്ടുണ്ട്. കാരണം പരാതിക്കാരി തുടർച്ചയായ പരാതി നൽകിയിട്ടുണ്ട്, നിരവധി പേർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഉന്നയിച്ചത് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം എന്ന തരത്തിൽ തന്നെ കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പ്രോസിക്യൂഷൻ, സംസ്ഥാന സർക്കാരൊക്കെ ചൂണ്ടിക്കാണിച്ചേക്കാം, ഒപ്പം പരാതിക്കാരിയും ചൂണ്ടിക്കാണിച്ചേക്കാം. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം സിദ്ദിഖിന് പ്രതീക്ഷിക്കാനാകുമോ എന്നതിൽ സംശയമുണ്ട്. അവിടെ ഒരു ഈ സമയത്തിന്റെ കാര്യം പ്രധാനമാണല്ലോ. വേണമെങ്കിൽ ഇപ്പോൾ സിദ്ദിഖിനെ കേരള പോലീസിനെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ സുപ്രീം കോടതി എന്നുള്ള ഓപ്ഷൻ സിദ്ദിഖിന് സ്വീകരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേള സിദ്ദിഖ് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ ആ ഹർജിയിൽ ഒരു തീരുമാനം വരട്ടെ എന്ന് കരുതി അറസ്റ്റ് ചെയ്യാതിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. അപ്പോൾ ഇന്ന് ഹർജി കൊടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി എന്നത്തേക്ക് അത് പരിഗണിക്കുമെന്ന് വ്യക്തതയില്ലെങ്കിൽ പോലും അറസ്റ്റിലേക്ക് കടക്കാതിരിക്കുവാനുള്ള ശ്രമം നടത്തില്ലേ? എങ്ങനെയായിരിക്കും അതിന്റെ കേരള പോലീസിന്റെ ഒരു നീക്കം? മഞ്ജുഷ, ഇതിൽ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള നീക്കത്തിൽ അത്തരം ചില സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൂടാ. കാരണം എന്തുകൊണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഇന്നലെ ഈ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം തിരുവനന്തപുരം റേഞ്ചിൽ IG-യുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഇനി അങ്ങോട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് ഒരു വ്യക്തത അവരുടെ കൂടിയാലോചനയിൽ നടന്നിരുന്നു. അവിടെയാണ് അറസ്റ്റ് ചെയ്യാൻ നീക്കം അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന സാധ്യതകളും ചർച്ചകളും അപ്പോഴും ഉണ്ടായത്. പക്ഷേ പിന്നെ ഇക്കാര്യത്തിൽ സിദ്ദിഖിനെ ഇതുവരെയും കസ്റ്റഡിയിലെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴും പിന്നെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമുണ്ട്. സിദ്ദിഖ് കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, ഒടുവിൽ ആലപ്പുഴയെത്തി, അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് ചില കോടതികളിൽ പോലും കീഴടങ്ങിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് ഇത് കഴിയുന്നില്ല എന്ന ചോദ്യം തീർച്ചയായും ഉയർന്നു വരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഈ അന്വേഷണ സംഘാംഗങ്ങൾ അദ്ദേഹത്തിന്റെ പടമുകളിലുള്ള വീട്ടിലെത്തിയിരുന്നു എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇങ്ങനെ അന്വേഷണ സംഘം സിദ്ദിഖിനെ തേടുന്നുണ്ടെങ്കിൽ കൂടിയും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സുപ്രീം കോടതിയിൽ നടത്തുന്ന നിയമനീക്കത്തിന് അന്വേഷണ സംഘം കാത്തിരിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ അഭിഭാഷകരുമായി എന്നതിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ വ്യക്തതയില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്, സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അത് അനന്തമായി പരിഹരിക്കുന്നത് വരെ കാത്തിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. അത് അങ്ങേയറ്റം വിമർശന വിധേയമാവും. മാത്രമല്ല ഈ കേസും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘവും സംസ്ഥാന സർക്കാരും വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അറസ്റ്റിലേക്ക് തന്നെ പോവേണ്ടി വരും എന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ സമ്മർദ്ദങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തീർച്ചയായും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് ഹർജി ഫയൽ ചെയ്യുമോ, അങ്ങനെയെങ്കിൽ അടിയന്തരമായി പരിഗണിക്കുമോ എന്നതാണ് സുപ്രീം കോടതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതലായി. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏത് സമയത്ത് വേണമെങ്കിലും സിദ്ദിഖിനായി മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. മുകുൾ റോത്തഗിയെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരായിരിക്കാം സിദ്ദിഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് എന്നാണ് ഇപ്പോഴത്തെ വിവരം. ഇതിനുവേണ്ടി അഭിഭാഷകരുമായുള്ള കൂടിയാലോചനകൾ തുടരുന്നുമുണ്ട്. കേരള പോലീസ് പറയുന്നത് സിദ്ദിഖിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ സിദ്ദിഖിനെ കിട്ടുന്നില്ല എന്നാണ് കേരള പോലീസിന്റെ വാദം. ഇപ്പോൾ ഡാനി പോൾ തുടരുന്നുണ്ട് സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന്. ഡാനി, ഇത് ഇന്നലെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സിദ്ദിഖ് കീഴടങ്ങിയേക്കാമെന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നില്ലല്ലോ, ഇല്ലേ?
ഇന്ന് ആ രീതിയിലുള്ളൊരു പ്രചരണമില്ല മഞ്ജുഷ. കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ തന്നെ പ്രചരിക്കപ്പെട്ടിരിക്കുന്നു. പലരും അത് അന്വേഷണ സംഘത്തിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു നീക്കം നടത്തിയിരുന്നതായിട്ടുള്ള സൂചനകളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ആ രീതിയിലേക്കൊന്നും തന്നെ വരുന്നില്ല. സിദ്ദിഖിനെ കഴിഞ്ഞ ദിവസങ്ങൾ കാണാതായതുപോലെ ആ രീതിയിൽ തന്നെയാണ് ഇന്നുമുള്ളത്. സിദ്ദിഖ് എവിടെയെന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഒരു സൂചനയും ഇല്ല. ഇന്ന് മൊബൈൽ ഫോണിന്റെ ഒരു സ്വിച്ച് ഓൺ ചെയ്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പക്ഷെ പിന്നീട് നമുക്കതിൽ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് കുറച്ച് സമയത്തേക്ക് മാത്രം. പക്ഷെ അത് എന്ത് ഉദ്ദേശിച്ച എന്നത് സംബന്ധിച്ചായ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെ തെരഞ്ഞു തന്നെ പോലീസ് നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ വലിയ രീതിയിലേക്ക് ഒരു തെരച്ചിൽ നടത്തുന്നു എന്നത് അന്വേഷിക്കേണ്ടതാണ്. കാരണം സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം നീങ്ങിയിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. പക്ഷേ ഇതിൽ ഇതുവരെയും ഒരു വ്യക്തത പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിൽ ആരും തന്നെയും ഒരു സ്ഥിരീകരണവും തരുന്നില്ല. ഏത് രീതിയിലേക്കാണ് തെരച്ചിൽ പോകുന്നത്, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ പലരും പറയുന്നത് പോലെ തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെന്ന് ഗുരുതരമായ ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനെ തടയിടുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് എന്ന് സംബന്ധിച്ച് ഒന്നും തന്നെയില്ല. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. ഇന്നലെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഏത് സമയത്തും സിദ്ദിഖ് അറസ്റ്റിലാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത നിയമ വഴിയിലേക്ക് സിദ്ദിഖ് നീങ്ങുകയാണ്. അതാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ കേരള പോലീസ് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്.